ഹലോ വീണ, നീ എവിടെയാ? ഞാൻ ചത്തുപോയി ഹരിയേട്ടാ. അച്ഛൻ പറഞ്ഞില്ലേ ഒന്നും? അച്ഛൻ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി മരിച്ചെന്ന് കണക്കാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തല്ലോ. നീ ഇപ്പൊ എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തിനാ ഹരിയേട്ടാ? അച്ഛനും ഞാനും തമ്മിലുള്ള പിണക്കം മാറ്റാനാണോ? ഞാൻ ഇനി അങ്ങോട്ടില്ല. ഞാൻ കാണണോന്ന് പറഞ്ഞ അതിനൊന്നും അല്ല. പിന്നെന്താ? ഹരിയേട്ടൻ ഇനി എന്തെങ്കിലും ഒപ്പിട്ട് വാങ്ങിക്കാനുണ്ടോ? കാണും. വീണ, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ, ഇപ്പൊ തന്നെ. വലിയ തിരക്കാണല്ലോ. കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. വീടും കൂടിയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോ ഒരു ലോഡ്ജിൽ അഭയാർത്ഥിയാ. അഭയാർത്ഥി എന്ന് പറയുമ്പോ കൊടുക്കാൻ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ലോഡ്ജ് മുതലാളിയുടെ കാല് പിടിച്ച് ഇവിടെ കൂടിയിരിക്കുന്നു. ഇങ്ങോട്ടൊക്കെ വരാൻ ഹരിയേട്ടന് ബുദ്ധിമുട്ടല്ലേ? ഹരിയേട്ടൻ ഒരു മാന്യനല്ലേ? എടി, നീ സ്ഥലം പറ. ഓക്കെ, സ്ഥലം ഞാൻ പറയാം. ഇവിടെ വന്നിട്ട് എന്നെ തല്ലാനും കൊല്ലാനൊന്നും നിൽക്കല്ലേ ഹരിയേട്ടാ. എന്റെ ജീവിതം ഇപ്പൊ വലിയ കഷ്ടപ്പാടില്ല. ബസ് സ്റ്റോപ്പിന്റെ പുറകില് ഒരു ചെറിയ ലോഡ്ജ് മുറിയുണ്ട്. അവിടെ 104-ാമത്തെ മുറിയിലാ ഞാൻ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഹരിയേട്ടൻ എന്തായാലും വരുമെന്ന് എനിക്കറിയാം. ഹരിയേട്ടന് ഈ കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. വീണ അങ്ങനെയാണ് ഹരിയേട്ട. കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ വീണ വീണയുടെ മുമ്പിൽ എത്തിക്കും. എന്തായാലും ഹരിയേട്ടൻ വാ. പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. മോനെ കുറിച്ചൊരു വിവരവും ഇല്ല. ബന്ധുക്കളുടെ കൂട്ടത്തിലേ കുടുംബത്തിനൊരു പേരുണ്ടായിരുന്നതാ. അതെല്ലാം ഇപ്പൊ വെള്ളത്തിലായി. ഇനിയിപ്പൊ കുഞ്ഞിനെങ്ങാനും തിരിച്ചു കിട്ടിയില്ലെങ്കി. എന്താ ദമയന്തി പറയുന്നത്? തിരിച്ചു കിട്ടിയില്ലെങ്കിലെന്നോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ പറയുന്ന കേൾക്കാൻ ആരും തയ്യാറല്ലല്ലോ. പോലീസുകാരെ വിളിച്ച് നിത്യ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. സുജാതെ, സാറ പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വേറൊരു കുടുംബത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കല്ലേ അറിയൂ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഒരുപാട് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എന്റെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയാ ഞങ്ങള് ഇത്രയും കാലം പോരാടി നിന്നത്. ഞങ്ങളോടൊരു ബന്ധം സ്ഥാപിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. പക്ഷേ ആദിമോന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടു നിൽക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സുജാതെ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. കുഞ്ഞു കൂടെയില്ലെങ്കിൽ ജ്യോതി ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവില്ല. അവള് നിങ്ങളെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഉള്ള കാര്യം പറയുന്നത് കൊണ്ട് എന്താ? എനിക്ക് ആരെയും വെട്ടിപ്പിരിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല സുജാതെ. സാഹചര്യത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ.
വീണ, കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. നിനക്ക് എന്താ വേണ്ടത്? അവസാനം ഹരിയേട്ടൻ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ? ഇക്കാര്യത്തിൽ നിന്റെ മുന്നിൽ തോറ്റു തരാൻ ഞാൻ. ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നവർക്ക് ഡിമാൻഡ്സ് ഉണ്ടാവുമല്ലോ, നീ അത് പറഞ്ഞോ, ഞാനത് ചെയ്യാം. ഹാ, നിത്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹരിയേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഹരിയേട്ടാ ഇങ്ങനൊരു കുട്ടിക്കളി ഞാൻ കളിച്ചത്. കുഞ്ഞ് തിരിച്ചെത്തിയില്ലെങ്കിലേ ജ്യോതിയും മനുവും പതുക്കെ പതുക്കെ ആ സുജാത പോലും നിത്യയെ വെറുക്കും. അത് ഹരിയേട്ടന് സഹിക്കാൻ പറ്റുമോ? ഹരിയേട്ടന്റെ ആരാധികയല്ലേ നിത്യ.